ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നരേന്ദ്ര, മണിമാലയോടൊപ്പം നീ ഇപ്പൊ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നത് നിന്റെ തന്നെ മരണമാ. മനസ്സ് ശുദ്ധമല്ലാത്തവരുടെ കഴുത്തിൽ തക്ഷകനെ പോലെ ചുറ്റുന്നതാ മണിമാല. അയ്യോ വേണ്ട, അയ്യോ 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 വേണ്ട, അയ്യോ വേണ്ട, അയ്യോ പേടിച്ചു പോയി ശിവദാസ. പേടിക്കണ്ട, ഇവന്മാരെ വിശ്രമ സമയം ആനന്ദകരമാക്കാൻ ഞാനൊരു ഷോ കാണിച്ചു എന്നേ ഉള്ളൂ. ഞാനേ തന്നോടൊരു കാര്യം ചോദിക്കാതിരിക്കുമായിരുന്നു. ഈ മണിമാല മണിമാല എന്ന് കുഞ്ഞുനാളി മുതൽ കേൾക്കുന്നല്ലാതെ അതിന്റെ പ്രത്യേകതകള് ഇപ്പോഴും എനിക്കറിയില്ല. നല്ല വില കിട്ടുമെന്നല്ലാതെ മറ്റൊന്നും ഞാൻ തിരക്കാനും പോയിട്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും താൻ അത് എനിക്ക് തരാൻ മടിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ വലിയ പ്രത്യേകതകൾ കാണുമല്ലോ. എന്താ വെറുതെ പറ, ഞങ്ങളൊക്കെ ഒന്ന് കേട്ട് രസിക്കട്ടെ. പറയണു. നരേന്ദ്ര, നിനക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാ നീ അതിനുവേണ്ടി ഇങ്ങനെ നടക്കുന്നത്. അത് നിന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയ അന്ന് നിന്റെ മരണമാകും നരേന്ദ്ര. ദേവിയുടെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന മാലയ മണിമാല എന്ന ചരിത്രം. മനസ്സ് ശുദ്ധിയല്ലാതെ അത് തൊടാനോ ഉപയോഗിക്കാനോ പാടില്ല. ദേവിയുടെ സന്നിധിയിൽ നിന്ന് മണിമാലയെടുത്ത അടുത്ത പൗർണമിയിൽ അത് ദേവി സന്നിധിയിൽ തിരിച്ചു വയ്ക്കണം. 12 വർഷത്തിലൊരിക്കൽ ചെയ്തു വന്നിരുന്ന ആചാരം തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും മരണത്തോടെ അത് ആചാര ലംഘനമായി മാറി. മണിമാല തിരികെ വെക്കാത്തത് കൊണ്ട് കടുത്ത അമർഷത്തില്ല ദേവി. ഇപ്പോ നാശനഷ്ടങ്ങളുണ്ടാവും, ആപത്തുകൾ വരും. എല്ലാ പൗർണമിയിലും എന്റെ മോള് കല്യാണി പൂജിക്കുന്നത് കൊണ്ട് ദേവീ കോപം ഉണ്ടാകാതിരിക്കുന്നത്. ശ്രേഷ്ഠമായ മണിമാല അർഹതയില്ലാത്തവരുടെ കയ്യിലാണ് എത്തുന്നതെങ്കിൽ അഗ്നിദഹനമാണ് ശിക്ഷ. നരേന്ദ്ര, മണിമാലയോടൊപ്പം നീ ഇപ്പൊ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നത് നിന്റെ തന്നെ മരണമാ. മനസ്സ് ശുദ്ധമല്ലാത്തവരുടെ കഴുത്തിൽ തക്ഷകനെ പോലെ ചുറ്റുന്നതാ മണിമാല. നരേന്ദ്ര, നിന്റെ ഈ അത്യാഗ്രഹം നിന്നെ കൊല്ലും. ആശുപത്രി വിളിച്ച് അന്വേഷിച്ചോടാ, രമയ്ക്ക് എങ്ങനുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇന്ന് ഡിസ്ചാർജ് ആയി വരുമെന്നാ പറഞ്ഞത്. അമ്മയുടെ കൈക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ചെറിയൊരു വേദന പോലെ തോന്നിയെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നെ നിർബന്ധിച്ചു പിടിച്ചിരുത്തി കുഴമ്പിട്ട് തന്നതാ. ഇവളുടെ ഒരു കാര്യം. അല്ലമ്മേ, മഹിയോടെ പോയി? അവനും ചിന്നും കൂടി ഭക്ഷണവുമായിട്ട് ആശുപത്രി പോയിരിക്കുക. എന്താ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? അത്യാവശ്യമല്ല, 2-3 ദിവസത്തിനിടയ്ക്ക് ഒരു സ്ഥലം നോക്കാൻ പോണമായിരുന്നു, അത് പറയാനാ. എന്തിനാടാ ഈ സ്ഥലമെല്ലാം വാങ്ങിക്കൂട്ടുന്നത്?
എവിടെയൊക്കെ സ്ഥലമുണ്ടെന്ന് നിനക്ക് തന്നെ ഓർമ്മയില്ല. ഇനിയിപ്പോ അത്രയ്ക്കും വാങ്ങി കൂട്ടിയില്ലേ? ആ കിടക്കട്ടമ്മേ, നമ്മുടെ കാലം കഴിയുമ്പോ അവന്മാർക്ക് തന്നെ അത് അനുഭവിക്കാമല്ലോ. ഇപ്പം നോക്കാൻ പോകുന്ന സ്ഥലം എവിടെയാ? ഇവിടെ അടുത്ത് വല്ലതും ആണോ? കുറച്ച് ദൂരെയാ, വയനാട്ടിലാ, മാനന്തവാടിക്കടുത്ത്. നല്ല സ്ഥലമാണെന്നാ ബ്രോക്കർ പറഞ്ഞത്. ആ എന്തായാലും പോയെന്ന് നോക്കട്ടെ. ആ മതി ചന്ദ്രലേഖേ, നീ ഇനി കുറച്ചു നേരം പോയി വിശ്രമിക്ക്. ഞാനും ഒന്ന് കിടക്കാം. നിങ്ങളാരാ? ജയരാമൻ.